അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തു ആര് എന്നുള്ള തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം, അതിന് ആധികാരികമായിട്ടുള്ള പഠനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് 3 വീഡിയോ ഇപ്പോൾ നിലവിൽ ഇതിലുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ ആണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള 4ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ധ്യാനിപ്പാനും ചിന്തിപ്പാനും ആഗ്രഹിക്കുന്നത്, പറയുവാനും ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിനുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലാദ്യം നമ്മൾ പാപമോചനത്തെക്കുറിച്ച്, പാപങ്ങളെ മോചിക്കുവാൻ യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. അതായത് ദൈവത്തിന് മാത്രമാണ് പാപം മോചിക്കുവാനായിട്ട് അധികാരമുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ആ ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. 8ഉം 9ഉം വാക്യങ്ങളുടെ ആ ആധികാരികതയിൽ അതിൻ്റെ തുടർമാനമായിട്ടുള്ള തിരുവചനങ്ങളിലൂടെ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8ാം വാക്യം വായിക്കുന്നു. 8ഉം 9ഉം വാക്യങ്ങൾ. അതിനെ ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരോ ഏറ്റവും പുറമേയുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ദൈവരാജ്യത്തെക്കുറിച്ച് ഉള്ള കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനം, ഒരു പഠനം, ഒരു നിർദ്ദേശം കർത്താവ് ഇവിടെയും ഈ തിരുവചനത്തിലും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ദൈവത്തിൻ്റെ അധികാരം, ക്രിസ്തുവിൻ്റെ അധികാരം മനസ്സിലാക്കിയ ഒരു ശതാധിപൻ എൻ്റെ സാക്ഷ്യമാണ്, ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. നീ അധികാരിയാണ്, നീ സകലത്തിൻ്റെയും അധികാരിയാണെന്ന് ആ ശതാധിപൻ സാക്ഷ്യം പറയുന്ന തൻ്റെ അധികാരത്തെ, സ്വർഗീയ അധികാരത്തെ ശതാധിപൻ അംഗീകരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത തിരുവചനത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങളത് വായിക്കുക, അതിൻ്റെ മുകളിലും താഴെയുള്ള കാര്യങ്ങൾ വായിച്ചാൽ അതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലും താഴെയുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച്, അതിൻ്റെ കാര്യകാരണങ്ങളും പശ്ചാത്തലങ്ങളും അങ്ങനെ പറയാനുണ്ടായ കാര്യങ്ങളൊക്കെക്കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ സുവിശേഷമാണ്, 1ാമത്തെ സുവിശേഷമാണ്. പക്ഷേ 1ാമത്തെ സുവിശേഷമാണെന്ന് പറയുമ്പോൾ 1ാമത് എഴുതിയ സുവിശേഷമല്ല, ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 1ാമത്തെ സുവിശേഷം. ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ അത് 1ാമത്തെ സുവിശേഷം എന്ന്, പക്ഷേ ഇപ്പം നമ്മൾ ബൈബിളിൽ കൊടുത്തിരിക്കുന്നതിൽ 1ാമത്തെ സുവിശേഷം എന്ന് പറയുന്നേ ഉള്ളൂ, മത്തായിയുടെ സുവിശേഷം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി രണ്ടാമതായിട്ട് പാപമോചനത്തിനുള്ള അധികാരം. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. പാപങ്ങളെ മോചിക്കുവാനുള്ള ദൈവത്വം, അതായത് പാപങ്ങളെ മോചിക്കുവാൻ ഉള്ള ക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ അത് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പാപങ്ങളെ മോചിക്കുവാൻ, അതായത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് അവിടെയും തെളിയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, സ്വർഗീയ അധികാരത്തെയാണ് അവിടെയും തെളിയിക്കുന്നത്. അപ്പം അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ 20-ാം വാക്യമാണ്, 5-ാം അധ്യായം 20-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്ന ഇവനാർ,
ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ വചനം വായിക്കുകയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, അതായത് ക്രിസ്തു യേശു, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അതായത് ഈ ശാസ്ത്രിമാരും പരീശന്മാരെന്ന് പറയുന്നത് യഹൂദ മതത്തിലെ മതപണ്ഡിതന്മാരാണ്. അവർക്ക് വളരെയേറെ ന്യായപ്രമാണത്തെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും നല്ല പാണ്ഡിത്യമുള്ളവരാണ്. അപ്പോൾ അവരവിടെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ മറ്റാർക്കും അധികാരമില്ല. ദൈവം ഒരുവനാണ്, അദ്ദേഹത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളൂ എന്നാണ് അവർ പഠിച്ചിരിക്കുന്നത്. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ആരാ? ദൈവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം താൻ ദൈവമാണ്, തനിക്ക് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്, താൻ അധികാരിയാണെന്ന് യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ് അവിടെ. പാപങ്ങളെ മോചിക്കുന്നതിലൂടെ താൻ ദൈവമാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല. അവരുടെ പഠനം അവർക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാര്യം അവർ യേശുക്രിസ്തുവിനെ കാണുന്നത് അച്ഛൻ്റെ മകനായിട്ടാണ്, കാർപ്പൻ്ററുടെ മകനായിട്ടാണ് അവർ യേശുക്രിസ്തുവിനെ കാണുന്നത്. പിന്നെ അതുതന്നെയല്ല, തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും യേശുക്രിസ്തു ചെയ്യുന്നുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഇതൊന്നും അവരെ കൊണ്ട് ഒരു മുക്കിപ്പനി പോലും മാറ്റാനായിട്ട് ഈ ശാസ്ത്രിമാരെ കൊണ്ടും പുരോഹിതന്മാരെ കൊണ്ടും ന്യായപണ്ഡിതന്മാരെ കൊണ്ടും യഹൂദ പ്രമുഖന്മാരെ കൊണ്ടും ഒന്നും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആ യേശുക്രിസ്തുവിനോട് അസൂയയും കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് യേശുക്രിസ്തുവിനുള്ളത്. അപ്പോൾ നമ്മൾ തിരുവചനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് പീലാത്തോസ് പറയുന്നുണ്ട്, അവർ യേശുക്രിസ്തുവിനോടുള്ള അസൂയ കൊണ്ടത്ര അവനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു, അവനെ പീഡിപ്പിക്കുവാനും അവനെ കൊല്ലുവാനും ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിനോടുള്ള അസൂയ കൊണ്ടത്രയെന്ന് പീലാത്തോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അസൂയ ആണ് അവരുടെ മെയിനായിട്ടുള്ള വിഷയം. അവർക്ക് കഴിയുന്നില്ല, അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ, അവർ ചെയ്യാത്ത കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള അസൂയയും പകയും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാരവും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതും കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ പഴയ നിയമം പഠിച്ചിരിക്കുന്നതുകൊണ്ട് പഠിതാക്കളാണ്, അവർ വേദപണ്ഡിതന്മാരായതുകൊണ്ട് പഴയ നിയമത്തിൽ ഈ ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യന് അധികാരമില്ല. അത് തിരുവചനമാണ്, പഴയ നിയമ വ്യവസ്ഥയാണത്, കൽപ്പനയാണത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആരാ? ദൈവം തന്നെയാണ്. പിതാവായ ദൈവം തന്നെ സാക്ഷീകരിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു വട്ടമല്ല, 3 വട്ടം പിതാവ് തന്നെ സാക്ഷീകരിച്ചു. പിന്നെ പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു, ശിഷ്യന്മാർ സാക്ഷീകരിച്ചു. പിന്നെ കർത്താവ് തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്നൊക്കെ കർത്താവ് തന്നെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടും ഇവർ തൻ്റെ സ്വന്തം ജനമായ യഹൂദജനം വിശ്വസിക്കുന്നില്ല, കർത്താവിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയും. എഴുന്നേറ്റ് ചിന്തിച്ചു എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ 24-ാമത്തെ വചനം, 5-ാം അധ്യായം 24-ാമത്തെ വചനം. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷാപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പം പാപങ്ങളെ മോചിക്കാൻ വീണ്ടും കർത്താവ്, അവരങ്ങനെ ആ ഒരു ധിക്കാരം കാണിക്കുന്ന, ഒരു അഹങ്കാരം അവർ കാണിക്കുന്നുവെങ്കിലും കർത്താവ് വീണ്ടും പറയാണ് മനുഷ്യപുത്രൻ്റെ പാപങ്ങളെ മോചിപ്പാൻ ഞാൻ ദൈവമാണ്, മനുഷ്യപുത്രനായി വന്നിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്നവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അദ്ദേഹം പക്ഷപാതക്കാരനോട് കൽപ്പിക്കുകയാണ്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് സൗഖ്യം പ്രാപിച്ച് അദ്ദേഹം കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാൻ. നിങ്ങൾക്ക് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ 5-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുൻപും പിൻപുമുള്ള കാര്യങ്ങൾ, പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇനി യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന മറ്റ് വേദഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പാപമോചനമില്ല, 24 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ വായിച്ചത്. പിന്നെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ ക്രിസ്തുയേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 13-ാം അധ്യായം 26-27 വാക്യങ്ങൾ. 13-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവിടെ കാണുന്ന ഇതാണ്.
മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. പാപമോചനം 13:26-27. സോറി, അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ ആ വചനമല്ല കേട്ടോ. അവിടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്ന വിധക്കാരൻ്റെ ഉപമയാണ്, ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തല്ല, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്തല്ല. ആ ഭാഗത്തല്ല, 9-ാം അധ്യായം. അവിടെ എഴുതിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോറി. അവിടെ അത് മിസ്റ്റേക്ക് പറ്റിയതല്ല. 13-ാം അധ്യായമല്ല, 13-ാം വാക്യമാണ്. നമ്മൾ നേരത്തെ വായിച്ചല്ലേ. അതായത് പാപങ്ങളെ മോചിക്കാൻ അധികാരം മറ്റേ ശതാധിപൻ്റെ ആ വിഷയം, ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ശതാധിപൻ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം ഉണ്ടല്ലോ. അവിടെ അതിൻ്റെ 13-ാം വാക്യത്തിൽ, അതായത് 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ, 13-ാം അധ്യായമല്ല 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. അപ്പം ആ കൽപ്പനയാണ്, കൽപ്പിച്ച കാര്യം. ആ രോഗിയെ കാണുന്നില്ല, ബാല്യക്കാരൻ മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ അവരെ കാണുന്നില്ല. യേശു അകലെയാണ്. അകലെ നിന്നുകൊണ്ട് യേശുക്രിസ്തു വചനത്താൽ കൽപ്പിക്കുകയാണ്, ദൂരം നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ്. ശതാധിപൻ്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ദൂരം നിന്ന് കൽപ്പിക്കുകയാണ്, നീ പൊക്കുള്ള നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിക്കുകയാണ്. അപ്പോൾ അവന് ആ സമയത്ത് തന്നെ, യേശുക്രിസ്തു കൽപ്പിച്ച സമയത്ത് തന്നെ അവന് സൗഖ്യം വന്നു. അവൻ സൗഖ്യം വന്നു, അവന് ജീവൻ തിരിച്ചു കിട്ടി, അവൻ മരിച്ചില്ല. അപ്പോൾ അതാണ് ആ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അത് തന്നെ ആ 8-ാം അധ്യായത്തിൽ തന്നെ 26-27 തിരുവചനങ്ങൾ, 8-ാം അധ്യായം തന്നെ 26-27 തിരുവചനങ്ങളിൽ അതേപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? ഇത് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതായത് പ്രകൃതിയുടെ മേലുള്ള യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. കാറ്റും കടലും, അതായത് കാറ്റ് കടൽ രണ്ടും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ പ്രകൃതി ശക്തികളിൽ മേൽ ഉള്ള യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. പ്രകൃതി ശക്തികൾ വല്ലാതെ കണ്ട് പ്രക്ഷുബ്ധമായപ്പോഴത്തേക്ക് അതിനെ അടക്കം ചെയ്യുവാൻ, അടങ്ങുക, നിങ്ങൾ ശാന്തമാകുക എന്ന് യേശുക്രിസ്തു കൽപ്പിച്ചപ്പോൾ അത് അനുസരിച്ചു. കാറ്റും കടലും ശാന്തമായി എന്നാണ് ആ തിരുവചനത്തെ പറ്റി കാണുന്നത്. അപ്പം പ്രകൃതി ശക്തികളുടെ മേൽ ഉള്ള അധികാരം ഇതൊക്കെ സൃഷ്ടിച്ചതാരാ? യേശുക്രിസ്തുവാണ് സൃഷ്ടിച്ചത്. താനാണ് ഇതൊക്കെ എല്ലാം സൃഷ്ടിച്ചത്, താനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത് താൻ ദൈവമാണ്, താനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ്, ഉടയവൻ എന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചത്. താൻ ദൈവം തന്നെയാണെന്ന് മറ്റുള്ളവർക്ക് ഗ്രഹിക്കേണ്ടതിനാണ് കർത്താവ് യേശുക്രിസ്തു ഇതൊക്കെ പ്രവർത്തിച്ചത്. പിന്നെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 24 9-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 24-ാം തിരുവചനം. ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുക എത്രയെന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ബാലയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേറ്റു. ഈ വർത്തമാനം ദേശത്തൊക്കെയും പകർന്നു. അതായത് ബാല ഒരു ശിശു, ഒരു ബാലിക, ആ ബാലിക മരിച്ചുപോയി. അപ്പം മരിച്ചു പോയപ്പോഴത്തേക്ക് യേശുക്രിസ്തുവിനോട് വന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വന്ന് ആവശ്യപ്പെട്ട്, എൻ്റെ മകള് ആസന്നതയിലായിരിക്കുന്നു, അവളെ രക്ഷിക്കണം, അവൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ യേശുക്രിസ്തു ആ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലുന്നതിന് മുമ്പേ ബാലയുടെ അസുഖം മൂർച്ഛിച്ചിട്ട് ബാല മരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
അപ്പോൾ ആ മരിച്ച ബാലികയെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതായത് മരണത്തിന് മേലുള്ള താൻ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ആ മരിച്ചവരെ ഇവിടെ തന്നെയല്ല, ഈ ബാലയെ തന്നെയല്ല, 3 പേരെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് 4 മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് 4 സുവിശേഷങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലാസറെ, മറ്റ് ബാലികയെ, മറ്റേ ആ വിധവയുടെ മകനെ, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും മേലും താൻ അധികാരിയാണ്. അപ്പോൾ അവയുടെ മേലും തനിക്ക് അധികാരമുണ്ട്. മരിപ്പിക്കുവാനും ജീവൻ എടുക്കുവാനും ജീവൻ തിരികെ കൊടുക്കുവാനുമുള്ള അധികാരം തനിക്കുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ താൻ ദൈവമാണ് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇനി അടുത്തതായിട്ട് ദൈവം ക്രിസ്തുയേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് നമുക്ക് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ 36-ാം തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 36-ാം വചനം. അവിടെ ഇങ്ങനെ കാണുന്നത്, എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നുവെന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പറഞ്ഞു. അപ്പം അശുദ്ധാത്മാക്കളുടെ മേൽ, അതായത് സാത്താന്യ ശക്തികളുടെ മേൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സ്പിരിറ്റുകളുടെ മേൽ, സാത്താൻ്റെ മേലുള്ള അധികാരത്തെയാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സ്നാനം മുതൽ ഇങ്ങോട്ട് സാത്താൻ്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് യേശുക്രിസ്തു സ്നാനം പറ്റി മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ആ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുമ്പോൾ മുതൽ, ഉപവസിച്ച് തീർന്ന ശേഷം മുതൽ ഇങ്ങോട്ടുള്ള പല സന്ദർഭങ്ങളിലും സാത്താൻ്റെ മേൽ, ലൂസിഫറിൻ്റെ മേൽ, അല്ലെങ്കിൽ സാത്താൻ്റെ സൈന്യത്തിൻ്റെ മേലുള്ള തൻ്റെ അധികാരത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള പല അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തു ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അധികാരത്തോടുകൂടി സാത്താനോട് കൽപ്പിക്കുകയാണ് വിട്ടുപോകാൻ. അതായത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച രോഗങ്ങളാലും മറ്റ് പീഡകളാലും മനുഷ്യ ശരീരങ്ങളെ പീഡിപ്പിക്കുന്ന സാത്താൻ്റെ ആത്മാക്കളോട് യേശുക്രിസ്തു കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യും. അവന് രോഗസൗഖ്യം, അഥവാ അവന് ഒരു ഭൂതം വിട്ടുപോയി അല്ലെങ്കിൽ ദുരാത്മാവ് വിട്ടുപോയി അവൻ സ്വസ്ഥതയും സമാധാനവും ഉള്ളവളായി തീരുന്നതായിട്ട് നമുക്ക് പല ഭാഗങ്ങളിലും കാണാം. അപ്പം യേശുക്രിസ്തുവിൻ്റെ ആ സാത്താൻ്റെ മേലും അവൻ്റെ സൈന്യത്തിൻ്റെ മേലുമുള്ള അധികാരത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് തക്കവണ്ണം കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 36-ാം വാക്യമാണ്. ആ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ സുവിശേഷത്തിലും ഉണ്ട് ഇതേപോലെയുള്ള അധികാരങ്ങൾ. ഞാനിപ്പം നിങ്ങൾ കാര്യങ്ങൾ അല്പമായിട്ടൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി, അതായത് രക്ഷിക്കപ്പെട്ട നിങ്ങൾ വീണ്ടുജന്മം പ്രാപിച്ച് നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു അറിവ്, ഒരു ചെറിയൊരു അറിവ് ഉണ്ടാവണമല്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിവ്, ഞാൻ പഠിച്ചതിന്, എന്നെ ഗ്രഹിപ്പിച്ചതിനേക്കാൾ അധികമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ നിങ്ങൾ വചനം വായിക്കുക. അതിനൊരു സഹായകമായിട്ടൊരു ഒരു ഉത്തേജനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് മാത്രമാണ് ഞാൻ ഈ തിരുവചനങ്ങളെയൊക്കെ അല്പമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസം ഉറയ്ക്കേണ്ടതിന് വേണ്ടി, നിങ്ങളുടെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കേണ്ടതിന് വേണ്ടിയാണ് ആ കാര്യങ്ങളെക്കുറിച്ച് അല്പമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കും. കാര്യം യേശുക്രിസ്തുവിനെ അറിയുക, അതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അല്പം വായിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വചനം വായിക്കുമ്പോൾ അവിടെ മാത്രം, ഞാൻ പറയുന്ന ഭാഗം മാത്രം വായിച്ചാൽ പോരാ, നിങ്ങൾ അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം, ഗ്രഹിക്കണം, യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയണം. പൂർണ്ണമായിട്ടുള്ള ഒരു പരിജ്ഞാനം യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകണം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരം ആണ്. അപ്പോൾ ഇവിടെ പിന്നെ
4-ാം അധ്യായം 36-ാം വാക്യം അധികാരത്തോട് പ്രവർത്തിക്കുന്നുവോ. 43-ാം വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. പിന്നെ 6-ാം അധ്യായം, നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം എടുക്കാം. 6-ാം അധ്യായത്തിലേക്ക് പോകാം. അവിടെയും ഈ അധികാരം വെളിപ്പെട്ട് വരുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം, 6-5 അവിടെ പറയുന്നതാണ്, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് അവരോട് പറഞ്ഞു. അതായത് ശബത്തെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ന്യായപ്രമാണത്തിൽ ദൈവം തന്നെ കൽപ്പിച്ചാക്കി കൊടുത്തിരുന്ന ഒരു വിശ്രമമാണ് ശബത്ത്. 7-ാം ദിവസം, അതായത് ശനിയാഴ്ചയാണ് ശബത്ത്. ശബത്താചരണം ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല. അവർ വിശ്രമിക്കുവാൻ, യഹൂദ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം വിശ്രമിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് നിയമിച്ചാക്കിയിരിക്കുന്ന ദിവസമാണ് 7-ാം ദിവസം ശബത്ത്, ശനിയാഴ്ച. അപ്പോൾ ആ ശബത്തിനും കർത്താവാണ്. അതായത് താനാണ് ആ ശബത്ത് അവർക്ക് നിയമിച്ചാക്കി കൊടുത്തത്. അപ്പോൾ താൻ അധീനനാണ്. ശബത്തിനും മേലും താനാണ് അധികാരി. ശബത്തിൻ്റെയും കർത്താവ്, യജമാനൻ, ഉടമസ്ഥൻ, ഉടയവൻ, ശബത്തെയും ഭരിക്കുന്നവൻ ഞാനാണ് എന്ന്. അതാണ് അവിടെ പറയുന്നത്, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഉണ്ടോ? അപ്പം ശബത്തിനും ദൈവമാണ്, മനുഷ്യപുത്രൻ കർത്താവാണ്. അത് മനുഷ്യൻ യേശുക്രിസ്തു ദൈവമാണ് എന്ന് അവരെ വീണ്ടും ബോധിപ്പിക്കാനായിട്ടുള്ള മറ്റൊരു ഉപദേശമാണ് ശബത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് കർത്താവായ യേശുക്രിസ്തുവോട് പറയുന്നത്, ശബത്തിനും ഞാൻ കർത്താവാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം യേശുക്രിസ്തു പിന്നെ തൻ്റെ ഐഹിക കാലത്ത്, ഈ ഭൂമിയിൽ തൻ്റെ ഐഹിക കാലത്ത് യേശുക്രിസ്തു നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതായത് അദ്ദേഹം ചെറുപ്പത്തിലേ മുതലേ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ദൗത്യവുമായി കടന്നു വന്നപ്പോൾ 40 ദിവസം മരുഭൂമിയിലേക്കാണ് ആദ്യം പോയത്. സ്നാനപ്പെട്ടതിന് ശേഷം മരുഭൂമിയിലേക്ക് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് ദൈവത്തോടുകൂടെ തൻ്റെ സമയം ചിലവഴിക്കാൻ വേണ്ടി 40 ദിവസം മരുഭൂമിയിലേക്ക് പോയി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോടുകൂടെ വസിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കാണുന്നത്, അദ്ദേഹം കിട്ടുന്ന സമയങ്ങൾ, ഒരു സമയം പോലും അല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അത് രാത്രിയാകട്ടെ പകലാകട്ടെ എപ്പോഴാകട്ടെ പ്രാർത്ഥനയ്ക്ക് അധികമായി പ്രാർത്ഥിച്ചിരുന്ന, പ്രാർത്ഥനയുടെ ആ ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ അത്യാവശ്യത നമ്മളെ വളരെ കൃത്യമായിട്ട് ദൈവം കൂടി ആയിരുന്ന കാര്യം. യേശുക്രിസ്തു ദൈവമാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചെങ്കിലും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും തൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയാനൊക്കെ കഴിയും. പക്ഷേ നമുക്ക് സകലത്തിലും ഒരു മാതൃകയായി തീരേണ്ടതിനാണ് യേശുക്രിസ്തു ആ കാര്യം കൂടി ചെയ്തത്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കിട്ടുന്ന സമയം, തൻ്റെ ശുശ്രൂഷ, തൻ്റെ സേവ, തൻ്റെ ജോലിക്ക് ശേഷം കിട്ടുന്ന സമയങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ ദൈവത്തോടുകൂടെ, തൻ്റെ പിതാവിനോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായിരുന്നു. അത് രാത്രിയാകട്ടെ പകലാകട്ടെ. അത് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ മരണസമയത്തും ആ മരണസമയത്തിന് മുൻപ് വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച രാത്രിയും ദൈവം കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പോയി. അതുപോലെ തന്നെ ക്രൂശീകരണ സമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ടും ദൈവം കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ സ്വഭാവത്തെ പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പം നമുക്ക് ആ ദൈവമായിരുന്ന യേശുക്രിസ്തുവിന് പ്രാർത്ഥിക്കാമെങ്കിൽ, ജഡത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന് പ്രാർത്ഥിക്കാമെങ്കിൽ, വെറും ജഡികരായിരിക്കും നമുക്ക് എത്ര അധികം നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്തത്. അപ്പോൾ യേശുക്രിസ്തു ഒരു പ്രാർത്ഥനാ മനുഷ്യൻ കൂടിയായിരുന്നു. നാമും അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവത്തോടു കൂടെ ഇമ്മാനുവേൽ എന്നുള്ള അനുഭവത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സദാസമയം നമ്മൾ ആയിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ തന്നെ നമ്മൾ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കാതെ കൊണ്ട് നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മുടെ ജോലി ചെയ്യുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മൾ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുക. ആ ദൈവിക ബന്ധം നമ്മളിന്ന് അറ്റുപോകാൻ ഇടയാക്കി തീരരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയും. കാര്യം പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുക. ദൈവത്തിൻ്റെ ബന്ധത്തോട് നമ്മൾ അടുത്തിരിക്കുമ്പോഴത്തേക്ക് പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുക. അപ്പം അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. സാത്താനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കുക. അപ്പോൾ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ നമ്മൾ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ടുള്ള പ്രാർത്ഥനയാൽ നമുക്ക് ദൈവിക ബന്ധത്താൽ നമുക്കുണ്ടാകും. ദൈവിക ബന്ധത്താൽ അല്ലാതെ, പ്രാർത്ഥനയാലല്ലാതെ, ഉപവാസത്താലല്ലാതെ നമുക്ക് ജയകരമായ ഒരു ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ കുടുംബ ജീവിതം, അതായത് ക്രിസ്തീയ കുടുംബത്തിലെ ജീവിതമാണ്. ക്രിസ്തീയ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ കുടുംബത്തിലെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിൻ്റെ കുടുംബത്തിലെ അംഗം എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പം യഥാർത്ഥമായിട്ട് ക്രിസ്തുയേശുവിൻ്റെ കുടുംബത്തിലെ അംഗമായി തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി യഥാർത്ഥമായും ഈ ആത്മാവാകുന്ന ദൈവത്തോട് ആത്മാവിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർമ്മം ചെയ്യുമ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ ആ ഒരു ബന്ധം നമ്മൾ വിച്ഛേദിക്കാണ്ടിരിക്കുക. അപ്പം നമ്മൾ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരു റേഡിയോ സിഗ്നൽ, ആ റേഡിയോയുടെ സിഗ്നൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റേഡിയോ ഏത് ചാനലാണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ ചാനലിൻ്റെ കൃത്യമായിട്ടുള്ള ആ സെൻസറിൽ കൊണ്ട് വെച്ചെങ്കിലേ കൃത്യമായിട്ട് നമുക്കത് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും ദൈവവുമായിട്ടുള്ള റിലേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് അറ്റുപോകാൻ, അത് ആ ബന്ധം മുറിഞ്ഞു പോകാനായിട്ട് ഇടവരരുത്. അതിനുവേണ്ടിയുള്ള ഉത്തമ മാതൃകയും കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തു ഒരു പ്രാർത്ഥനാ മനുഷ്യൻ കൂടിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം അത് നമ്മൾ സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് കാണും. യേശുക്രിസ്തു പ്രേയുടെ പ്രാർത്ഥനയുടെ ആ തീവ്രത, പ്രാർത്ഥനയുടെ ആ താല്പര്യമൊക്കെ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. സൗഖ്യം പ്രാപിച്ച ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവിടെ നമ്മൾ ഈ 6-ാം അധ്യായത്തിൽ ഒരു രോഗങ്ങളുടെ മേൽ, എല്ലാ രോഗങ്ങളുടെയും മേൽ യേശുക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരുവചനം ഉണ്ട്. എല്ലാം സുവിശേഷങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും ഒരു തിരുവചനം ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി ഒരു തിരുവചനം ഞാൻ വായിക്കുകയാണ്. 6-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ അതിന് മുകളിലുള്ള വാക്യങ്ങൾ വായിക്കാം, അപ്പോൾ നിങ്ങൾക്കൊന്നൊരു മനസ്സിലാകും. 17-ാം വാക്യം. അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു. അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയായിൽ എല്ലായിടത്തും യെരുശലേമിൽ നിന്നും സോർ സീദോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കുക പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചപ്പം ക്രിസ്തുവേശു ശക്തി, കാര്യം ശക്തിയുടെ പ്രതിരൂപം തന്നെ, കാര്യം ദൈവമാണല്ലോ. അപ്പോൾ ശക്തിയുടെ സകലത്തിൻ്റെയും മേലുള്ള അധികാരിയാണ് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് എല്ലാത്തിലും രോഗാത്മാവാകട്ടെ, ഭൂതാത്മാവാകട്ടെ, രോഗാണുക്കളാകട്ടെ, ഇതിൻ്റെ പ്രകൃതിയാകട്ടെ, എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശുക്രിസ്തു എന്നുള്ള അവർക്ക് ബോധ്യപ്പെടുവാൻ, ജനത്തിന് ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് ഈ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം ജനം അത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാണ്, മനുഷ്യനായിരുന്നപ്പോൾ തന്നെ ദൈവമായിരുന്നു എന്ന് നമ്മൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളിലൂടെയും യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ കാര്യം, കാണിച്ചു തന്ന കാര്യം നമ്മൾ വിശ്വസിക്കുക. ഈ തിരുവചനത്തെ നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. അപ്പോൾ എല്ലാത്തിലും അധികാരം യേശുക്രിസ്തുവിനായിരുന്നു. സകലത്തിൻ്റെയും അധികാരി അവൻ മുഖാന്തരമാണ് സകലവും ഉളവായത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, അവനിലേക്കാണ്, അവൻ മുഖാന്തരമാണ് സകലവും ഉണ്ടായത്, അവനാലത്ര സകലവും, അവനാലത്ര സൃഷ്ടാവ്, അവനാത്ര അധികാരി എന്നൊക്കെ നമ്മൾക്ക് 1-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തരും. അതുപോലെ സുവിശേഷങ്ങളൊക്കെയും കാണുവാൻ തക്കവണ്ണം ഇടയായിത്തരും. അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കുക. യേശുക്രിസ്തുവിനെ അറിയുക, നന്നായിട്ട് അറിയുക. ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ തിരുവചന പൊരുളുകൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ബുദ്ധി പ്രകാശിതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ലൂക്കോസിലും സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് അതേ ആ സന്ദേശങ്ങൾ, സുവിശേഷ ഭാഗ്യങ്ങൾ കുറിച്ച് വായിക്കുന്നുണ്ട്. അത് 6-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായവും 6-ാം അധ്യായവും 7-ാം അധ്യായത്തിലും ആ സുവിശേഷ ഭാഗ്യങ്ങൾ, അതായത് യഥാർത്ഥ സത്യോപദേശം, സ്വർഗരാജ്യത്തിൻ്റെ ആ സത്യ ഉപദേശങ്ങളെക്കുറിച്ച്, ആ ഭാഗ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമാണ് മലമേലെ പ്രസംഗമെന്നാണ്. മലയിലെ പ്രസംഗം, യേശുക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗം. അത് ഏറ്റവും വലിയ പ്രബോധനം, ഏറ്റവും വലിയ ലോകം മുഴുവൻ അംഗീകരിച്ചതായിട്ടുള്ള ഒരു പ്രസംഗമാണത്, അല്ലെങ്കിൽ ഒരു പ്രഭാഷണമാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ വായിക്കണം. അവിടെ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അത്രയും വിശദമായിട്ടല്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക.
വായിക്കുമ്പോഴത്തേക്ക് ആ പ്രസംഗം അതിൻ്റെ ശക്തിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അധികാരം പകർന്നു കൊടുക്കുന്നു. അതായത് അപ്പോൾ ഇത് 17:6-20 നമ്മൾ അതിൻ്റെ 6:20 നോക്കിക്കോട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഉണ്ടോ? അപ്പം 6-ാം അധ്യായത്തിൽ, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായത്തിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 20-ാം വാക്യം, അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാകും. അപ്പോൾ ഈ ഭാഗ്യവർണ്ണന, ഈ ദൈവരാജ്യം നിമിത്തമുള്ള ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കുറേ അധികം ഭാഗ്യങ്ങൾ, ആരാണ് ഭാഗ്യവാന്മാരെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് 6-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക, സുവിശേഷം വായിക്കുക. അപ്പോൾ ഭാഗ്യവാന്മാരെക്കുറിച്ച് അറിയുവാനൊത്തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരം, യേശുക്രിസ്തു സ്വർഗീയനാണ്, ദൈവമാണ് എന്നുള്ള അധികാരിയാണ്. സകലത്തിൻ്റെയും മീതെ, അതായത് പ്രകൃതി ശക്തികളിൽ മേൽ, സാത്താൻ്റെ മേൽ, സാത്താൻ്റെ സൈന്യത്തിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ, അങ്ങനെ എല്ലാ സകലത്തിൻ്റെയും മേൽ യേശുക്രിസ്തു അധികാരിയാണ് എന്ന് ഉള്ള ആ ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും തിരുവചനങ്ങൾ വായിച്ചത്. അപ്പോൾ ഇനിയുണ്ട് അധികമായ തിരുവചനങ്ങൾ, ധാരാളമായ തിരുവചനങ്ങളുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിക്കണം. സുവിശേഷങ്ങൾ വായിച്ച് നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾ വായിച്ച് പഠിക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ, അതായത് നമ്മളിപ്പോൾ അതിൻ്റെ 5-ാമത്തെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള 4-ാമത്തെ എപ്പിസോഡാണിത്, 4-ാം ഭാഗമാണിത്. അപ്പോൾ 5-ാം ഭാഗം ഇതിൻ്റെ പിന്നാലെ തന്നെ 5-ാം ഭാഗം ഉണ്ടാകും. അത് നിങ്ങൾ കേൾക്കുക. ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യ വീഡിയോയിൽ 1 മുതൽ 10 വരെയുള്ള വീഡിയോയിൽ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം, നിത്യജീവൻ പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ, പാപത്തിന് ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ, നിത്യരക്ഷ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ, പാപക്ഷമ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് 1 മുതൽ 10 വരെയുള്ള എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ആൽബത്തിൽ അല്ലെങ്കിൽ വീഡിയോയിലുണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുക. നരകത്തിലായത് നിത്യതയിൽ നിങ്ങൾ നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിത്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യത എല്ലാവർക്കുമുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കും നിത്യതയുണ്ട്, രക്ഷിക്കപ്പെടാത്തവർക്കും നിത്യതയുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ നിത്യ ശിക്ഷാവിധിയിലേക്ക് പോകും, രക്ഷിക്കപ്പെട്ടവർ നിത്യ ജീവനിലേക്കും പോകും. അതാണ് അതിൻ്റെ നിത്യതയുടെ 2 വശങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ കാണുക. 1 മുതൽ 10 വരെയുള്ള എപ്പിസോഡുകൾ അല്ലെങ്കിൽ വീഡിയോസിൽ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴത്തേക്ക് ഇറങ്ങിയിട്ട് 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ 1, 2, 3 വീഡിയോകൾ കണ്ട് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തരിക. കർത്താവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തട്ടെ. ഈ തിരുവചനങ്ങളെല്ലാം അതിൻ്റെ പൊരുൾ തിരിച്ച് പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായി തീരുമാറാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ തിരുവചന സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള അല്പമായ ഈ ഒരു പഠനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയും ഇതിൻ്റെ അടുത്ത യേശുക്രിസ്തുവിൻ്റെ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു അധികാരം പകർന്നു കൊടുക്കുന്നതാണ്. അതായത് തൻ്റെ പിൻഗാമികൾക്ക് ഈ അധികാരം പകർന്നു കൊടുക്കുന്നതാണ് അടുത്ത എപ്പിസോഡ്. അത് നമുക്ക് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട് അടുത്ത എപ്പിസോഡ്. അതിലുണ്ട് പിൻഗാമികൾക്ക് തൻ്റെ അധികാരവും അവകാശവും തനിക്ക് പകരക്കാരനായി തൻ്റെ സ്ഥാനാപതികളായിട്ട് ഈ ഭൂമിയിൽ തൻ്റെ പിൻഗാമികളെ ആക്കി വയ്ക്കുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിലുള്ളത്. അപ്പോൾ അതിനായി നിങ്ങൾ കാത്തിരിക്കുക, ഇത് നിങ്ങൾ കേൾക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും 100% പ്രതിഫലത്തിന് കാരണമായി തീരട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. മാറാനാഥ, മാറാനാഥ, മാറാനാഥ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. കർത്താവേ വരണം.